പെഹൽഗാമിൽ നടന്ന ആക്രമണത്തിന് ഇന്ത്യയാണ് കാരണം എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ആരിഫ് സർ, ആ പെൺകുട്ടിയുടെ മുഖം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. 6 ദിവസത്തിന് മുൻപാണ് ആ പെൺകുട്ടിയുടെ വിവാഹം നടന്നത്. പക്ഷേ അതിനുള്ളിൽ അവളുടെ ഭർത്താവിനെ അവൾക്ക് നഷ്ടപ്പെട്ടു. അവളൊരു ഹിന്ദു ആയതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? ആ പെൺകുട്ടിയുടെ മതം ചോദിച്ചുകൊണ്ട് അവളുടെ ഭർത്താവിന്റെ നെറ്റിയിലാണ് വെടിവെച്ചിരിക്കുന്നത്. ഇസ്ലാം മതത്തിൽ ഇങ്ങനെയാണോ പറയുന്നതെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. പെഹൽഗാമിൽ നടന്ന സംഭവം വളരെ മോശമായതാണ്. ആ ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടു. ഞാൻ മെനിഞ്ഞാന്ന് കാൺപൂരിലൊരു മീറ്റിംഗിലായിരുന്നു. ശുഭത്തിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. അവർക്ക് 1-2 മാസങ്ങൾക്ക് മുൻപാണ് വിവാഹം നടന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ, അച്ഛൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, പിന്നെ കുടുംബാംഗങ്ങൾ, പിന്നെ ഭാര്യയുടെ കുടുംബാംഗങ്ങൾ, ഇങ്ങനെ എല്ലാവരും അവരവരെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇൻഡോറിലുള്ള സുശീലിന്റെ പേരും വന്നത്. എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് കൽമ പറയാൻ. കൽമ പറയാൻ അറിയത്തില്ലെങ്കിൽ നെറ്റിയിൽ വെടിവെക്കുമെന്നും അവർ പറഞ്ഞു. ഒരുപക്ഷെ അവർ അത് ചോദിക്കാതിരുന്നെങ്കിൽ, അതായത് കലിമ പറയാതിരുന്നെങ്കിൽ, അതായത് നിങ്ങൾ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിക്കാതിരുന്നാൽ എനിക്ക് ആശ്ചര്യമായേനെ. കാരണം ഇപ്പം അവർക്ക് നന്നായി തന്നെ മനസ്സിലായി കാണും, ഇന്ത്യക്കെതിരെ പോരാടി ജയിക്കാൻ പറ്റില്ലെന്ന് ഒരു തീരുമാനത്തിൽ അവരെത്തിക്കാണും. കാരണം ഈ തീവ്രവാദം എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ ആശയത്തിന്റെ ഒരു ഭാഗമാണ്. ഈ തീവ്രവാദത്തിൽ അവരുടെ ലക്ഷ്യം എന്നത് ആയിരക്കണക്കാളുകളെ പരിക്കേൽപ്പിക്കുക എന്നതാണ്. പിന്നെ ആ പരിക്കുകൾ ഉണ്ടാക്കി അതിന്റെ പ്രത്യാഘാതം അവർ പ്രതീക്ഷിക്കുന്നു. അതായത് ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ബാധിപ്പ് ഉണ്ടാക്കി ഈ രാജ്യത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം. പറയുകയാണെങ്കിൽ നമ്മൾ അന്യോന്യം ഒത്തൊരുമയോടെ കഴിയുന്നു. ഇന്ത്യ രാജ്യം ബലഹീനമാകണം എന്നാണ് അവർ വിചാരിക്കുന്നത്. മുസ്ലിം പേരുള്ള മുഖമൂടികൾ കൊണ്ട് അവരൊരു രാജ്യം തന്നെ ഉണ്ടാക്കി. അതും അവർക്ക് 25 വർഷം ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല. ഈ പാകിസ്ഥാന്റെ വീക്ഷണം എന്നത് ഇത് അവരുടെ പരാജയമാണോ മതത്തിന്റെ പരാജയമാണോ? ഈ ചോദ്യം എനിക്കുള്ളിൽ തന്നെ ഞാൻ പലപ്പോഴും ചോദിക്കുന്നു. അവിടെ അവർക്ക് രാജ്യത്തിന്റെ പകുതി മാത്രമല്ല നഷ്ടമായത്. 90,000-ത്തിലധികം പാകിസ്ഥാനികളെ നമ്മൾ തടവുകാരാക്കി പിടിച്ചു കൊണ്ടുവന്ന് അവരെയൊക്കെ സിംല അക്കോർഡിന് ശേഷം നമ്മൾ വിമുക്തരാക്കി. 1988-ൽ ജനറൽ സിയോൾ ഹക്ലെ, ഇവർക്ക് പാകിസ്ഥാനിൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ഉണ്ട്. അവിടെ ജനറൽ ഓഫീസേഴ്സിന് മുൻപ് ഒരു വലിയ സ്പീച്ച് നടത്തി. 1988-ൽ അവിടെ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതുവരെ നമ്മൾ പരമ്പരാഗതമായി യുദ്ധത്തിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി മാറ്റേണ്ടിയിരിക്കുന്നു. പിന്നെ ഇത് ഇന്റർനെറ്റിൽ അവൈലബിളായി തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഹക്കിന്റെ സ്പീച്ച് അതിലും കാണാം. അദ്ദേഹം എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, ഇനി നമ്മൾ യുദ്ധം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ മേൽ ആയിരക്കണക്കിൽ, അതായത് വി ഹാവ് ടു ഇൻഫ്ലിക്ട് 1000 wounds, അതായത് നമ്മൾ ആയിരക്കണക്കായ സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യയെ പരിക്കേൽപ്പിക്കണം. അപ്പോഴേ ഇന്ത്യയിൽ ബ്ലീഡിംഗ് തുടങ്ങുകയുള്ളൂ. പിന്നെ ഇന്ത്യ ബലഹീനമായിക്കൊള്ളും എന്ന് പറഞ്ഞു. ഇപ്രാവശ്യം സംഭവിച്ച ഈ കാര്യം ശരിക്കും ജനങ്ങളുടെ മനസ്സ് തകർത്തിരിക്കുകയാണ്. അത് എത്രത്തോളം വേദന നിറഞ്ഞാണെന്ന് വെച്ചാൽ 26 പേരെയാണ് കൊന്നിരിക്കുന്നത്. ഏകദേശം 16 പേരുടെ പാന്റ് അഴിച്ച് അവരൊക്കെ മുസ്ലിമാണോന്ന് ചെക്ക് ചെയ്തിരിക്കുകയാണ് ആ തീവ്രവാദികൾ. അതെ, സത്യമാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, അവരങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ കെൽപ്പുള്ളവരാണ്. അതായത് ഈ രാജ്യത്തെക്കുറിച്ച് മൗലാന ആസാദ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയുടെ പാർട്ടീഷനെപ്പറ്റി പറയുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതൊരു കാര്യവും അഗ്നിയെ അടിസ്ഥാനമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് നിങ്ങൾ വെറുപ്പ് പരുത്തി പാകിസ്ഥാനെ സൃഷ്ടിക്കാനായി നോക്കുന്നത്. വെറുപ്പുള്ളിടത്തോളം കാലമേ അങ്ങനെയുള്ള രാജ്യം നിലനിൽക്കൂ എന്ന് പറഞ്ഞു. എന്ന് ആ വെറുപ്പ് ഇല്ലാതാകുന്നു, അതോടുകൂടി ആ രാജ്യവും തീർന്നു പോകുമെന്ന് പറഞ്ഞു. 6 ദിവസം അവിടെ
ക്രെഡിബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിശ്വാസ്യത എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് ആ സർക്കാരിനില്ല. ഞാൻ കുറ്റം പറയുകയല്ല, ആരോട് ചോദിച്ചാലും പറയും. അവിടെ ആർമി അല്ലാതെ വേറൊരു ക്രെഡിബിൾ ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ല. അതോടൊപ്പം ആർമിയുടെ വിശ്വാസ്യത, അവരുടെ ക്രെഡിബിലിറ്റി എന്തിനായാണ് ഉള്ളത്? അതായത് അവർ ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ അത് പതിപ്പിച്ചു. ഇന്ത്യ കാരണം നിങ്ങൾക്ക് അപകടമുണ്ടെന്ന്. ഇന്ന് ഒന്ന് നന്നായി ആലോചിച്ചു നോക്കൂ. 25 വർഷങ്ങൾക്കുള്ളിൽ ട്രൂ നേഷൻ തിയറി, അതായത് അവർ 2 രാജ്യത്തിന്റെ സിദ്ധാന്തങ്ങൾ നമുക്ക് തന്നു. അതാണെങ്കിൽ ഫെയിലിയറുമായി. ബംഗ്ലാദേശ് അതിൽ നിന്നും വേർപെട്ടു. പക്ഷേ എത്രയും നാണക്കേടായ ഒരു കാര്യം, ഇതാ ഇപ്പോഴാണ് ഒരു 20 ദിവസമായി കാണും, ഒരു മാസമായി ഈ കാണും. സംഭവത്തിന് 6 ദിവസം മുൻപാണ് ജനറൽ മുനീർ ഇതിനെക്കുറിച്ച് 6 പറഞ്ഞിരിക്കുന്നത്. ദിവസം മുൻപ്. അതെ, അതായത് ഒരു 15 ദിവസമായി കാണും. 2 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന്, ഹിന്ദുവും മുസ്ലിമും വേറെ വേറെയാണ്. തീർച്ചയായും ഇത് എല്ലാ പാകിസ്ഥാനികളും മനസ്സിലാക്കണം. ഇന്ത്യക്കാരുടെ ശീലം വേറെയാണ്, അവരുടെ സ്വഭാവം വേറെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മുസ്ലിംസ് സുപ്പീരിയർ ആണെന്നും അദ്ദേഹം പറഞ്ഞു. 2 കാര്യങ്ങളുണ്ട്. നാണക്കേട്, കൊള്ളരുതായ്മ, ഇതിനൊരു അതിർത്തിയില്ല. 25 വർഷങ്ങൾ കൊണ്ട് തോറ്റുപോയ ഒരു തിയറി, അത് ഇന്ന് 75 വർഷങ്ങൾ കടന്നുപോയതിനു ശേഷം ഇപ്പോ അതേ തന്നെ പറയുന്നു 45, 46 എന്ന് പറഞ്ഞെന്ന്. മറ്റൊരു കാര്യം അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, 2 സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. കൽമയുടെ ഫൗണ്ടേഷനിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാവരും പ്രാർത്ഥിക്കുന്ന മദീനയും, പിന്നെ മറ്റൊന്ന് പാകിസ്ഥാനും. സംസ്ഥാനങ്ങൾ, 2 സ്വദേശ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കി. ഞാൻ നിങ്ങൾക്ക് പ്രവാചകനായ നബിയുടെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം പറയാം. അദ്ദേഹം പറയുന്നു മദീന സൃഷ്ടിച്ചത് കൽമ അടിസ്ഥാനത്തിലാണെന്ന്. മക്കയിലാകട്ടെ നബിക്ക് താമസിക്കാൻ തന്നെ അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അത്രയും ക്രൂരതകൾ, കൊല്ലാൻ പോലും ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം മക്കയിൽ നിന്ന് പുറപ്പെട്ട ശേഷം അദ്ദേഹം പുറത്തു വന്ന് മലയിലെ ഗുഹയിൽ പോയി ഒളിച്ചു. അവരാകട്ടെ പുറകെ അന്വേഷിച്ചു വരുന്നു. അവരവിടുന്ന് പോയത് ഉറപ്പാക്കിയതിനു ശേഷം അദ്ദേഹം പുറത്തു വന്ന് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം, സ്വന്തം സ്ഥലത്തേക്ക് വന്ന് അദ്ദേഹം സമാധാനത്തോടെ ഒരു നെടുവീർപ്പിട്ടു. പിന്നെ അദ്ദേഹം മക്കയുടെ മേൽ എനിക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് വെച്ചാൽ, മക്ക, ഞാൻ ഈ ലോകത്തെ ഏറ്റവും സ്നേഹിക്കുന്നത് ഒന്നും മാത്രമാണ്. ഞാൻ നിന്നെ വിട്ടിട്ട് എങ്ങോട്ടും പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിന്റെ മക്കൾ എന്നെ ഇവിടെ താമസിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. പോകാൻ അദ്ദേഹം നിർബന്ധിതനായോ അതോ സംസ്ഥാനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പോയോ? ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം ചോദിക്കാം. നിങ്ങൾ കണ്ടതുവരെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്, നമുക്കിപ്പോൾ സൈന്യത്തെക്കുറിച്ച് സംസാരിക്കണ്ട, വിട്ടേക്കൂ, ലോകരാജ്യങ്ങളിൽ സൈന്യമില്ലാതെ, പോലീസ് ഇല്ലാതെ ഒരു സംസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിയൂ? അതായത് സ്റ്റേറ്റ് എക്സ്ചക്കർ ഇല്ലാതെ ഖജനാവ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ? ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ കാണിക്കാൻ പറ്റുമോ? അതായത് മദീനയിൽ നബി വന്നതിന് ശേഷം അവിടെ പോലീസ് ഫോഴ്സും ഉണ്ടായിരുന്നു. അവിടെ സ്റ്റേറ്റ് എക്സ്ചക്കർ ഉണ്ടായിരുന്നതായിട്ട് ആർക്കെങ്കിലും കാണിക്കാൻ കഴിയുമോ? അതിന് ബേത്തുൽ മാൽ എന്ന് പറയും. അവിടെയാണ് അധികമുള്ള ധനം വെക്കുന്ന സ്ഥലം. അതും നബിയുടെ മരണത്തിന് ശേഷം, കുറഞ്ഞപക്ഷം 4-5 വർഷങ്ങൾക്ക് ശേഷം. രണ്ടാമതായി ഖലീഫയുടെ കാലത്തിന് ശേഷം കുറച്ച് കാശ് വന്നതിന് ശേഷം അമിതമുള്ള കാശ് ഒരു സ്ഥലത്ത് വയ്ക്കാനായി അവർ തീരുമാനിക്കുന്നു. ഏതിനെയാണ് സ്വദേശി സർക്കാർ എന്ന് പറയാ? നിങ്ങളുടെ വായിൽ വരുന്ന വാക്കുകളെല്ലാം ഉപയോഗപ്പെടുത്തി, അതായത് ഒരു ശബ്ദം, ചരിത്രം പഠിച്ചിട്ടേയില്ല, പഠിക്കണ്ട. പക്ഷേ നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം ഈ ലോകത്തിനോട് നിങ്ങൾ പറയാൻ ശ്രമിക്കരുത്. പക്ഷേ കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ പാകിസ്ഥാന്റെ തെരുവുകളിൽ ആദ്യമായി പാകിസ്ഥാന്റെ സൈന്യത്തിന് എതിരെ പോരാട്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മീഡിയയിൽ നോക്കൂ, അവർ അതിനെതിരായി എന്തൊക്കെ എഴുതുന്നുവോ അത് കണ്ടിട്ട് അവർ മനസ്സിലാക്കുന്നു പാകിസ്ഥാൻ ആർമിക്ക്, അതായത് അവരുടെ പ്രീമിയം പൊസിഷൻ, അതായത് അവരുടെ അടിസ്ഥാന ഘടന, അതായത് ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ചരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഏതെങ്കിലും ഒരു വലിയ കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു, ആ വലിയ കാര്യം ചെയ്തു തീർത്തു. അതായത് അവരുടെ സ്വന്തം അവസ്ഥ, അതിൽ നിന്നും
അവരുടെ ശ്രദ്ധ തിരിക്കണമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ ആരിഫ് സാർ, ഈ ഒരു പ്രശ്നം ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി മാറ്റാൻ പലരും ശ്രമിച്ചു. കോൺഗ്രസിന്റെ നേതാവായ വിജയ് വട്ടേട്ടിദാർ, അദ്ദേഹം മഹാരാഷ്ട്ര കോൺഗ്രസിലെ ഒരു നേതാവാണ്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്താണ് ഈ സംസാരിക്കുന്നത്? തീവ്രവാദികൾ വന്ന് ജനങ്ങളോട് മതം ചോദിച്ചോ? അതായത് ടെററിസ്റ്റിന് അത്രമാത്രം സമയമുണ്ടോ വന്ന് എല്ലാവരോടും ഇക്കാര്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം വെടിവെച്ച് കൊല്ലാൻ വേണ്ടി? അദ്ദേഹത്തിന് ഈ കാര്യം അറിയില്ലെന്ന് വിചാരിക്കുന്നു. അതായത് തീവ്രവാദം എങ്ങനെ പ്രവർത്തിക്കുമെന്ന്. തീവ്രവാദം എന്ന് പറയുന്നത് ജനങ്ങളെ കൊല്ലുക മാത്രമല്ല, തീവ്രവാദം ഒരു ചിന്തയാണ്. തീവ്രവാദത്തെ നമുക്ക് ഡിസ്ട്രപ്ഷൻ എന്നുപോലും പറയാം. അകത്തുനിന്ന് പൊട്ടിത്തെറി ഉണ്ടാക്കുക. നമുക്ക് കളത്തിലിറങ്ങി അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒളിച്ചിരുന്ന് നിങ്ങളെ ആക്രമിക്കും. ഞങ്ങൾ ഒളിഞ്ഞിരുന്ന് നിങ്ങളെ ആക്രമിക്കുമ്പോൾ അതിൽ ഇക്കാര്യവും അടങ്ങും. ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ സമൂഹത്തെ കഷ്ണങ്ങളാക്കി പിരിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, തീവ്രവാദം എങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്ന്. ഇത് ഒരു റോബർട്ട് വാദ്ര രാഷ്ട്രീയത്തിലൊന്നുമില്ല, പക്ഷേ ഒരു വലിയ കുടുംബത്തിന്റെ മരുമകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു. ഞാൻ ശരിക്കും സങ്കടപ്പെട്ടു. ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഞാനിപ്പോ വായിക്കാം. അതിൽ അദ്ദേഹം പറയുന്നത്, ഈ മുസ്ലിങ്ങൾ അവരെ ബലഹീനരായിട്ട് കാണുന്നു. പെഹൽഗ്രാമിൽ ജനങ്ങളെ കൊന്നതിന് ശേഷം തീവ്രവാദികൾ മോദിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, നിങ്ങൾ രാജ്യത്തെ പിരിച്ചിരിക്കുന്നുവെന്ന്. ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ വളരെ നാണക്കേടാണ്. ഇത് നമ്മുടെ രാജ്യത്തിനെതിരായ ഒരു ചതിയാണ്. പിന്നെ ഈ പദ്ധതി ഇപ്പോ ഉണ്ടാക്കിയതല്ല. ഇപ്പൊ ഇതിലൊരു പുതിയ മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. ആ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായി പാകിസ്ഥാൻ ആർമിക്കെതിരായി പൊതുജനങ്ങളുടെ പോരാട്ടം തെരുവിൽ, പൊതുസ്ഥലങ്ങളിൽ കഴിഞ്ഞ 1-2 വർഷങ്ങളായി കാണുന്നു. ഇത് മാത്രമാണ് പുതിയ മാറ്റം. അതായത് ഇപ്പൊ അവിടെ ഉള്ള ആർമി ജനറൽ, അതായത് ആർമി തലവൻ, അദ്ദേഹത്തിന്റെ പദവിക്ക് ആപത്തുണ്ടെന്ന് മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ പദവി മാത്രമല്ല ആപത്തിലുള്ളത്, അദ്ദേഹത്തിന് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. പാകിസ്ഥാനിൽ ആർമിയുടെ പ്രീമിയം സ്റ്റാറ്റസ് തന്നെ അപകടത്തിലാണെന്ന്. നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ? അതായത് പാകിസ്ഥാൻ ഉണ്ടായതു മുതൽ ഏതെങ്കിലും ഒരു ആർമി ജനറലിനെതിരായിട്ട് ജനങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവുമോ? അവിടെ ആർമിക്കെതിരായി ഒരിക്കലും സംസാരിക്കില്ല. പക്ഷെ ഇന്ന് ആർമിക്കെതിരായി കഴിഞ്ഞ 1-2 വർഷങ്ങളായി ആർമിക്കെതിരായിട്ട് ജനങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. അയാൾക്ക് മുല്ല മുനീർ ആകേണ്ട ആവശ്യം എന്താണ്? അതുകൊണ്ടാണ് മുല്ലമാരായി മാറുന്നത്. ജിന്നയെക്കുറിച്ച് നിങ്ങൾ വായിച്ചു നോക്കൂ. ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. ഈ പ്രേയറില്ല, അതായത് നിസ്കാരമെന്ന് പറയും, സലാത്തി നിസ്കാരമെന്ന് പറയും. അതിൽ ഒരേ ഒരു ഖുറാൻ വാചകം ഓതേണ്ടതായി വരും, അൽ ഫാത്തിഹ. അത് ഡോക്യുമെന്റഡ് ആയിട്ടുണ്ട്, വായിച്ചു നോക്കൂ നിങ്ങൾ. പാകിസ്ഥാൻ ഉണ്ടാക്കുന്നതുവരെ ജിന്നയ്ക്ക് അതുപോലും അറിയില്ലായിരുന്നു. അതായത് ജിന്ന സാർ ഉണ്ടായിരുന്നു, മൗലാന, അദ്ദേഹമാണ് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചത്. അദ്ദേഹം മുല്ല ആയി മാറാനുള്ള എന്താവശ്യമാണ് ഉണ്ടായത്? അങ്ങനെയുള്ള ആളുകളെ അങ്ങനെ മാറുകയുള്ളൂ. മതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തവർ അത് തെറ്റായി പ്രയോജനപ്പെടുത്തും. അങ്ങനെയുള്ള ആളുകളാണ് അധികം തെറ്റായി പ്രയോജനപ്പെടുത്തുക. ഈ ലോകത്തിൽ എവിടെയെങ്കിലും ആർമി ജനറൽ സ്റ്റോർ അവര് തന്നെ നടത്തും. ഫ്ളാറ്റും അവർ നിർമ്മിക്കും, മാളും അവർ നിർമ്മിക്കും. ലോകത്തുള്ള എല്ലാ ജോലിയും അവർ തന്നെ ചെയ്യും. എന്തിനു വേണ്ടിയാണോ ശമ്പളം മേടിക്കുന്നത് ആ ജോലി ഒഴിച്ച് എല്ലാം. ഇപ്പൊ ഞാൻ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞു, കൃഷി സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ട് മിലിറ്ററി ഇപ്പോൾ അവിടെ കൃഷിയും ചെയ്യുന്നുണ്ടെന്ന്. എല്ലാ ജോലിയും അവരാണ് ചെയ്യുക. സർക്കാരും അവർ തന്നെ ഉണ്ടാക്കും, അതിനെ ഭരിക്കുന്നതും അവര് തന്നെ. ഒരുപക്ഷെ അവർ നിയമിക്കുന്ന ആളുകൾ അവരെ ദേഷ്യപ്പെടുത്തിയാൽ അവരെ ഉടൻ തന്നെ മാറ്റും. എല്ലാം അവർ തന്നെ ചെയ്യൂ. ഇപ്പം അവരുടെ ഗെയിം എക്സ്പോസ് ആയി. ആർമി ഒരിക്കലും ഇങ്ങനെ പ്രവർത്തിക്കില്ല. പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ കൽമ എന്ന് വെച്ചാൽ എന്താണെന്ന്. ജനറൽ മുനീർ കൽമയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എന്തുകൊണ്ടാണ് തീവ്രവാദികൾ കൽമ പറയാൻ പറഞ്ഞത്? അത് നിങ്ങൾ ജനറൽ മുനീറിനോട് തന്നെ ചോദിക്കൂ. ഈ കൽമ, അതായത് അത് ഓതുക എന്ന് പറയുന്നത് സത്യമാണ്. അതായത് ഈ കൽമ എന്ന് പറയുന്നത് ഓതുന്ന ഖുറാനിൽ ഇല്ല. ഇത് അവർക്ക് അറിയോന്ന് അവരോട് തന്നെ ചോദിക്കൂ. അവരെന്ത് ഓതാൻ പറയുന്നുവോ അത് ഖുറാനിൽ ഇല്ല.
അപ്പോ ഇത് എവിടെ നിന്നാണ് വന്നത്? ഇതിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മുക്തലാഖ് എവിടുന്നാ വന്നത്? അതായത് ഇതുപോലെയുള്ള ഇസ്ലാമിനെ സൃഷ്ടിക്കുന്നത്, കലർത്തുന്നത്, അതിനെ നശിപ്പിക്കാൻ നോക്കുന്നത്, ഇതെല്ലാം വലിയ തെറ്റാ. നിങ്ങൾ എന്താ ചോദിച്ചത്? അവർ ചെയ്യുന്ന കാര്യത്തിന് അവർ നാണിക്കണം. മറ്റൊരു തരത്തിൽ പോലും ഖുറാനിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഖുറാനിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് അവരുടെ കൈകൾ കൊണ്ട് പുസ്തകങ്ങൾ എഴുതുന്നവർ ശപിക്കപ്പെടും എന്ന് അതിൽ എഴുതിയിരിക്കുന്നു. और फिर के फवैलुल लिल्लज़ीना यक्तुबूनल किताबा बिअयदीहिम सुम्मा यक़ूलूना हाज़ा मिन इंदिल्लाह लियश्तरू बिही समनन क़लीला. തങ്ങളുടെ കൈകൾ കൊണ്ട് എഴുതുന്നവർ നാണിക്കേണ്ട കാര്യം. പിന്നെ ഇത് അല്ലാഹു പറഞ്ഞതാണെന്ന് പറയും. ഇതാണ് മതമെന്ന് പറയും. ताकि उससे लियश्तरू बिही समनन क़लीला. അതുകൊണ്ടാണ് നമ്മുടെ ലോകം പ്രയോജനപ്പെടണം എന്ന് പറയുന്നത്. അവർ ഇതുമാത്രമല്ല പറഞ്ഞത്, ഇതിനപ്പുറവും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഖിയാമത്തിന്റെ നാളുകൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അക്കൗണ്ടബിലിറ്റി ഡേ. നബി കംപ്ലൈന്റ് ചെയ്യും, അള്ളാഹുവിനോട് കംപ്ലൈന്റ് ചെയ്യും. അതായത് യാ അല്ലാ, എന്റെ സമൂഹത്തിൽ ഉള്ളവർ അവർ ഈ ഖുറാൻ ഷരീഫ് വിഡ്ഢിത്തരമായി, യാ റബ്ബി ഇന്നാ ഖൗമി തഖസു ഹാസൽ ഖുർആന മഹ്ജൂറ. അവർ ഖുറാൻ ഒട്ടകത്തെ അറേബ്യയിലുള്ളവർ അറുക്കുമ്പോൾ അതിന്റെ 4 കാലുകളും കയറുകൊണ്ട് കെട്ടി, അത് വലിയ മൃഗമല്ലേ, അതിനെ വീഴ്ത്തും. ആ ഒരു അവസ്ഥയ്ക്ക് മെഹജൂരി എന്ന് പറയും. ഖുറാനിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഖിയാമത്ത് നാളുകളിൽ നബി അല്ലാഹുവിനോട് അപേക്ഷിക്കും, എന്റെ സമൂഹത്തിലുള്ളവർ വേറെ ആരുമല്ല, എന്നിൽ വിശ്വാസം അർപ്പിച്ച ആളുകൾ ഹൗമിത് തഗസു, എന്റെ സമൂഹത്തിലുള്ളവർ ഈ ഖുറാൻ ആ അവസ്ഥയിലേക്ക് എത്തിച്ചു. അതായത് ഒട്ടകത്തെ അറുക്കുമ്പോൾ അതിനെ കയറുകൊണ്ട് കെട്ടി താഴെ വീഴ്ത്തുന്ന അവസ്ഥ. ഇവരങ്ങനെയുള്ള ആളുകളാണ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കൂ. ഖുൽ ഇന്നി അനൻ നദീറുൽ മുബീൻ. ഇവിടെ നബിക്ക് അറിയിപ്പ് കൊടുക്കുന്നു, നിങ്ങൾ പറയണമെന്ന്. എന്തറിയിക്കണം? ഞാനിവിടെ നിങ്ങൾക്ക് താക്കീത് നൽകാൻ വന്നതാണ്, നിനക്ക് താക്കീത് നൽകാൻ വന്നതാണ്. ഈ ശിക്ഷ, ഖുൽ ഇന്നി അനൻ നദീറുൽ മുബീൻ കമാ അൻസൽനാ അലൽ മുഖ്തസിമീൻ. ഈ ശിക്ഷ ജനങ്ങളെ വേർപെടുത്തുന്നവർക്ക് ലഭിക്കുമെന്ന് പറയുന്നു. ഓരോ ഭാഗങ്ങളായി പിരിക്കപ്പെടുന്നത് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യ വിഭജിക്കപ്പെട്ടു 2 കഷ്ണങ്ങളായി. അതായത് വിഭജിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നവർ അവർ ഇന്ത്യയെ 2 കഷ്ണങ്ങളാക്കി മുറിച്ചില്ലേ, അവർക്കെങ്ങനെ ശിക്ഷ ലഭിക്കാതിരിക്കും? അവർക്ക് തീർച്ചയായിട്ടും ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇക്കാര്യം താങ്കൾ സമ്മതിക്കുന്നുണ്ടോ? ഇപ്രാവശ്യം ജനങ്ങളെ പിരിക്കാൻ വേണ്ടി അവർ ചെയ്ത കാര്യത്തിൽ അവർ തോറ്റുപോയിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങൾ മോസ്കിൽ നിന്ന് പുറത്തേക്ക് വന്ന് പാകിസ്ഥാനെതിരായിട്ട് മുർദാബാദ് എന്ന് വിളിച്ചിരിക്കുകയാണ്. തീവ്രവാദികൾക്കെതിരായിട്ടുള്ള കോപം അവർ പ്രകടിപ്പിച്ചിരിക്കുന്നു. കോപം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ എനിക്ക് ഒരു കത്ത് വന്നു. പാട്നയിലെ ഒരു മസ്ജിദിൽ തീവ്രവാദികൾക്കെതിരായി ഒരു മീറ്റിംഗ് നടത്താൻ പോകുന്നു. ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. അതായത് ജനങ്ങൾക്ക് ഒരു പഴഞ്ചൊല്ലുണ്ട്, ചില ആളുകളെ നമുക്കെപ്പോഴും വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കാം. അതായത് നമുക്ക് കുറച്ചു നേരത്തേക്ക് എല്ലാവരെയും വിഡ്ഢികളാക്കി നിർത്താൻ കഴിയും, പക്ഷെ എല്ലാവരെയും എപ്പോഴും വിഡ്ഢികളാക്കി മാറ്റാൻ കഴിയില്ല. ഖുറാനിൽ ഒരു വചനം പറഞ്ഞിട്ടുണ്ട്, വമാ തഫറഖു ഇല്ലാ മിൻ ബഅദി ജാഅഹുമുൽ ഇൽമു ബഗയം ബൈനഹും. മതത്തിനു വേണ്ടി ഒരിക്കലും പോരാട്ടം ഉണ്ടാവില്ല, സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയേ പോരാട്ടം ഉണ്ടാകൂ.